അപ്പോൾ വഴിയരികിൽ ഒരു ചെടി ഒരു ചേട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരു ഈറ്റ പോലെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ ഒരു കെട്ടാക്കി ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഈ സംഭവം എന്ന്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. എന്നാ പേര്? എന്റെ പേര് മുരുകൻ. മുരുകൻ. ഇത് എന്താ ഈ സാധനം ഇങ്ങനെ കെട്ടായിട്ട് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് മറ്റേ ഈ ഉള്ളിയല്ലേ, ചെറുള്ളി. ചെങ്കോട്ടയ്ക്ക് അടുത്തെത്തിയപ്പോൾ പോകുന്ന വഴി ഒരു ഗ്രാമം കണ്ടു. ഈ ഗ്രാമത്തിന്റെ പേര് തേൻപത്തെ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ ചട്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവിടെ ഒരു 60 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അച്ചൻകോവിലാണ്. അച്ചൻകോവിൽ വരാനുള്ള പ്രധാന കാരണം മറ്റൊന്നായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിലൂടെയുള്ളൊരു ട്രെക്കിംഗ് ആയിരുന്നു. അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അച്ചൻകോവിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ മഴ മൂലം നമുക്ക് ആ ഒരു ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു, അല്ലേ സാറേ? അതെ. ഇപ്പം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തത് അച്ചൻകോവിലിൽ വന്നിട്ട് ഇവിടുന്ന് കാട്ടിനകത്തുകൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഈ അച്ചൻകോവിൽ നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് എത്തണമെന്നുള്ളൊരു പദ്ധതിയായിട്ടാണ് എത്തിയത്. അപ്പോൾ അറിയാമല്ലോ, കേരളത്തിലൊക്കെ ഇപ്പോൾ പരക്കെ മഴയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഈ ഭാഗം കൊല്ലം, പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ എപ്പോഴും നല്ല മഴയുള്ളൊരു പ്രദേശമാണ്. പിന്നെ ഇതുകൂടാതെ ഒരു യെല്ലോ അലേർട്ടും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും സഞ്ചരിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ വരുന്ന വഴി എന്തെങ്കിലും മരച്ചില്ല ഒടിഞ്ഞു വീണാൽ തന്നെ നമ്മുടെ യാത്ര മുടങ്ങുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ആ ദൗത്യം ഉപേക്ഷിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ട്രെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അച്ചൻകോവിലിൽ വന്ന് വിശ്രമിക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത് വൈകിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ അച്ചൻകോവിലിൽ PWD ഗസ്റ്റ് ഹൗസിൽ മുറിയൊക്കെ എടുത്തിട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മുറി എടുത്തത് കാരണം അച്ചൻകോവിലിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്ന് തെങ്കാശിയിലോട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്ത് അവിടുത്തെ ഗ്രാമക്കാഴ്ചകളും മറ്റുമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വളരെ മനോഹരമായി ഒഴുകുന്ന ഒരു പുഴ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അച്ചൻകോവിലാറിൻ്റെ ഒരു കൈവഴിയാണ്. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നല്ല ഒഴുക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അച്ചൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ, ചുറ്റും കാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ ഓരത്ത് നിബിഡമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തെങ്കാശിയിലേക്കാണ്. ഒരു ട്രെക്കിംഗ് മോഹമൊക്കെ ആയിട്ട് വന്നതായിരുന്നു കാട്ടിലേക്ക്, പക്ഷേ നടന്നില്ല. അപ്പോൾ ആ ഒരു ട്രെക്കിംഗ് മറ്റൊരു അവസരത്തിലേക്ക് നമ്മൾ മാറ്റിവെച്ചു തൽക്കാലം. അപ്പോൾ എന്തായാലും ഇന്ന് സാറ് പറഞ്ഞതുപോലെ നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് നേരെ തെങ്കാശി ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും പിന്നെ തെങ്കാശിയിലെ ഗ്രാമക്കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനും പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ അച്ചൻകോവിൽ വനത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് പന്നിക്കൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും അതൊരു മനോഹരമായ കാഴ്ചയാണ്. ആനകളെയൊന്നും ഈ ഒരു സമയത്ത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നിരുന്നാലും ഒരുപാട് ആനകളുള്ള ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ അച്ചൻകോവിൽ വനം. മറ്റൊരു കാര്യം, ചെറിയ വഴിയാണ്. ചെറിയ വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പം വളരെ ശ്രദ്ധാലുവായിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, ഹോൺ മുഴക്കി ആനകളെ ഒന്നും പ്രകോപിപ്പിക്കരുതെന്നുള്ളത്. അഥവാ ആനകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഹോൺ മുഴക്കാതിരിക്കുക, അല്ല സാറേ? അതെ. ഒന്നാമത്തെ കാര്യം, ആനയെ പ്രകോപിപ്പിക്കരുത്. പിന്നെ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആനയെ കാണുകയാണെങ്കിൽ ആനയിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നമ്മൾ വണ്ടി ഒതുക്കി നിർത്തേണ്ടതാണ്. പിന്നെ യാതൊരുവിധ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലും പെരുമാറാതിരിക്കുക. നമ്മൾ ആദ്യമേ കണ്ടത് പന്നിക്കൂട്ടങ്ങളെയായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് മയിലുകളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഒരു കാട് തന്നെയാണ്. പ്രത്യേകിച്ച് പുലി, കടുവ, അതോടൊപ്പം തന്നെ ആന, മാനുകൾ അധികം കണ്ടിട്ടില്ല അല്ലേ? അച്ചൻകോവിൽ വനത്തിൽ മാനുകൾ അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് ആനയെ കണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം മറ്റൊരു ആവശ്യത്തിനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് വന്ന് പോവുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് നമ്മൾ ആനയെ കണ്ടു. വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ആനയും കാണാൻ പറ്റില്ല. വെറുതെ പോരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വഴിയിലൊക്കെ ഒരുപാട് ആനക്കൂട്ടങ്ങളെയോ ആനയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു അച്ചൻകോവിൽ വനത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ അച്ചൻകോവിൽ ഭാഗത്തേക്കൊക്കെ വരണമെങ്കിൽ പ്രധാനമായിട്ട് 2 ചെക്ക് പോസ്റ്റ് ആണുള്ളത്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ എഴുതി കൊടുക്കണം. പ്രത്യേകിച്ച് വാഹനത്തിന്റെ നമ്പർ, പേര്, മറ്റു കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് അച്ചൻകോവിൽ ഭാഗത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അതിലൊരു ചെക്ക് പോസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കോട്ടവാസൽ ചെക്ക് പോസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ പോയിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ചുരമിറങ്ങി ചെല്ലുന്നത് ചെങ്കോട്ടയിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് തെങ്കാശി, മധുര എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. അച്ചൻകോവിലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ക്ഷേത്രത്തിലാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആ ഒരു ക്ഷേത്രത്തിൽ തൊഴാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും പൂജകൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്താറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുന്നത്. പിന്നെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശികളായ ആൾക്കാരാണ്. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അച്ചൻകോവിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അച്ചൻകോവിലും അച്ചൻകോവിലിനോട് ചുറ്റപ്പെട്ട വനപ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ.
അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കോട്ടവാസൽ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം ചുരമൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ ടീ സ്റ്റാൾ കണ്ടു. ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടീ സ്റ്റാളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് അല്ല സാറേ? അതെ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അതായത് നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ സമതലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അതൊരു വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു തടാകം കാണാം. പിന്നെ കുറച്ച് വിദൂരതയിൽ നമ്മൾക്ക് കാറ്റാടിപ്പാടങ്ങൾ കാണാം. അപ്പോൾ തമിഴ്നാടിൻ്റെ പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം കാറ്റാടിപ്പാടങ്ങളുണ്ട്. ഒരു നോൺ കൺവെൻഷണൽ എനർജി സോഴ്സാണത്. നമ്മുടെ സോളാർ പോലെ തന്നെ പ്രകൃതി അധികം വേദനിപ്പിക്കാതെ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ് ഈ കാറ്റാടിപ്പാടങ്ങൾ. അപ്പോൾ ഈ തെക്കൻ തമിഴ്നാടിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ കാറ്റാടിപ്പാടങ്ങളുടെ മനോഹരമായ ദൃശ്യം, അതുകൂടാതെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ മേക്കര ഡാമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ താഴെ നമുക്ക് കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പച്ചപ്പൊക്കെയാണ് ഈ സമതലങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവിടെ ചെങ്കോട്ടയുടെയും തെങ്കാശിയുടെയും കാഴ്ചകളൊക്കെ തന്നെയാണത്. അവിടെ ധാരാളം കൃഷിഭൂമികളുണ്ട്. ഒരുപാട് കൃഷി ചെയ്യുന്ന പ്രദേശമാണ് നമുക്കറിയാവുന്നതുപോലെ. തെങ്ങ്, നെല്ല്, വാഴ, ഒരുപാട് പാടശേഖരങ്ങൾ, നിറയെ പച്ചപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ചെങ്കോട്ടയൊക്കെ. അന്ന് തിരുവിതാംകൂറിൻ്റെ ഒരു നെല്ലറ ഒക്കെ ആയിരുന്നു ചെങ്കോട്ട, ഈ തെങ്കാശി പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് ചെങ്കോട്ട, തെങ്കാശി, അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ഗ്രാമ ഭംഗിയാർന്ന ദൃശ്യങ്ങളും അവിടെയുള്ള കൃഷിയും മറ്റുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇനി മുന്നോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ടീ സ്റ്റാളിൻ്റെ മുൻപിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം. നമ്മളങ്ങനെ ചുരം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്രാമം കണ്ടു. ആ ഗ്രാമത്തിൽ അമ്മച്ചിയുടെ വീടിൻ്റെ മുൻപിൽ ഓലമെടയുന്നൊരു കാഴ്ച കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഓലമെടയുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ വിരളമാണ്. എന്തായാലും കണ്ടപ്പോൾ കൗതുകം തോന്നിയപ്പോഴത്തേനും അമ്മച്ചിയുടെ അടുത്തേക്ക് ഒന്ന് വന്നതാണ്. കണ്ടോ അമ്മച്ചി ഇവിടെ ഓലമെടയുന്നത്? നല്ല ഭംഗിയായിട്ട് നല്ല സ്പീഡിലാണ് അമ്മച്ചി ഓലമെടയുന്നത്. അമ്മ എന്തായാലും ഇങ്ങനെ ഓല മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഓല എന്തിനാണ് മെടയുന്നത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അമ്മയുടെ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓല മെടയുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഈ കാണുന്ന ഓലയുണ്ടല്ലോ, ആദ്യം ഉണങ്ങിയതിന് ശേഷം രണ്ടായിട്ട് കീറണം. കീറിയതിന് ശേഷം ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തിടും. കുതിർത്തിട്ടതിന് ശേഷമാണ് ഇതുപോലെ ഓല മെടയുന്നത്. വെള്ളത്തിൽ കുതിർത്തിട്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഓല മെടയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഈ അമ്മ ചെയ്യുന്നുണ്ടോ, ഈ അമ്മ ചെയ്യുന്നത് പോലെ ഓല വഴങ്ങി കിട്ടണമെങ്കിൽ, ആ കറക്റ്റായിട്ട് വഴങ്ങി കിട്ടണമെങ്കിൽ വെള്ളത്തിലിടണം. അമ്മ പേരമ്മ? സുബ്ലക്ഷ്മി. ശരി ശരി ശരി. അമ്മ വട്ടം ഇங்கே இப்போ மெட்ராஸில் இருக்கு. இப்போ இன்னைக்கு வேலை இல்லை? இன்னைக்கு வேலை இல்லை. இந்த கூரைக்கு கிடுகு மடையன்னு மட்டும் தான் அப்போ 2 நாள் அதை பின்னுது. ஓ சரி சரி. இப்போ எவ்வளோ നാളായി இந்த மாதிரி? ഇപ്പം 2 നാളാ പിന്നത്. 2 നാളായി. ഓ ശരി. അമ്മയ്ക്ക് വേലയുള്ളതാണ്. ഇന്നിപ്പം ഈ ഓല മെടയുന്നതുകൊണ്ട് ജോലിക്ക് പോയില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അമ്മയുടെ പണി നടക്കട്ടെ. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ശരി അമ്മ, നന്ദി. ശരി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കുറേ മുന്നോട്ട് വന്നപ്പോൾ വഴിയരികിൽ ഒരു കാര്യം കാണാൻ സാധിച്ചു. അപ്പോൾ വഴിയരികിൽ ഒരു ചെടി ഒരു ചേട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരു ഈറ്റ പോലെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ ഒരു കെട്ടാക്കി ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഈ സംഭവം എന്ന്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. എന്നാ പേര്? എൻ്റെ പേര് മുരുകൻ. മുരുകൻ. ഇത് എന്താ ഈ സാധനം ഇങ്ങനെ കെട്ടായിട്ട് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് മറ്റേ ഈ ഉള്ളിയല്ലേ, ചെറുള്ളി. ചെറുള്ളിക്ക് ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഷെഡ് ഉണ്ടാക്കി അതിനകത്ത് ഇടാൻ വേണ്ടി. അത് ഇട്ട് കഴിയുമ്പോൾ ആ ഉള്ളി കേടായി പോവുകയൊന്നുമില്ല. അത് ശരി. അതങ്ങ് കാറ്റും കൊണ്ട് അങ്ങ് കടന്നോളും. നല്ല വില ഉറപ്പ് അങ്ങ് വിൽക്കും. ഓ അങ്ങനെ. അപ്പൊ ഈ പെട്ടെന്ന് നമുക്ക് വിൽക്കാതെ വില വരുന്ന സമയം വരെ കാത്തിരുന്നിട്ട് അതിനൊരു ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതങ്ങ് ഉണ്ടാക്കും. അത് ശരി. ഇത് സെറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല, കുട്ടയും നെയ്യാ. ഇത് കുട്ടയെ നെയ്യോ? അപ്പൊ കുറെ നാൾ അത് നിലനിൽക്കുമോ? അത് നിലനിൽക്കും. ഇത് നിങ്ങൾ വളർത്തുന്നതാണ്? ഇത് കാട് പോലെ ഇങ്ങനെ വളരുന്നതാണ്? ഇവിടെ കാട് പിടിച്ച് കിടക്കുമ്പോ നമ്മള് പിടിച്ച് കിടക്കുന്നത്. ഓ, അപ്പൊ അതിനങ്ങനെ ഉള്ളിക്ക് ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി കുട്ട നെയ്യാണ്.
നെയ്യാനും വേണ്ടിയിട്ട് രണ്ടിനും വേണ്ടി കൊള്ളാം. രണ്ടിനും വേണ്ടി കൊള്ളാം. ആ, അപ്പോൾ നമ്മൾ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഇതൊരു ഈറ്റ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിപ്പോൾ കാട്ടിലുള്ള ഈറ്റ ഉണ്ടല്ലോ, അതേപോലെ ഇത് നാട്ടിലുള്ള ഈറ്റ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ചുള്ള ഉപയോഗം അദ്ദേഹം പറഞ്ഞല്ലോ. ഒന്നാമത്തെ ഉപയോഗം, ഇവിടെ അവർ ഉള്ളി കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞ് വിളവെടുക്കുന്ന ഉള്ളി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡ് കെട്ടാനായിട്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. 2 കുട്ടയൊക്കെ നെയ്യാനായിട്ട് അത് ഉപയോഗിക്കും. പിന്നെ മൂന്നാമത്തത്, ഇത് കോഴിയെ അടച്ച് സൂക്ഷിക്കാനായിട്ടുള്ള ഒറ്റാൽ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു ഈറ്റ വർഗ്ഗത്തിലുള്ള ചെടിയായിട്ടാണ് തോന്നിയത്. ഇത് വഴിയരികിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം വെട്ടി കെട്ടാക്കി ചുമന്നുകൊണ്ട് പോയത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ചെങ്കോട്ടയ്ക്കടുത്ത് എത്തിയപ്പോൾ ഇവിടെ പോകുന്ന വഴി ഒരു ഗ്രാമം കണ്ടു. ഈ ഗ്രാമത്തിൻ്റെ പേര് തേൻപൊത്തെ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ ചട്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതൊരു കൊശവന്മാരുടെ ഒരു ഗ്രാമമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവിടെ ഒരു 60 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ 30 കുടുംബങ്ങളാണ് ഈ ചട്ടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന്. ഇത് എൻ്റെ പുറയിലൊക്കെ കാണാം, ധാരാളം ചട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വളരെ മനോഹരമായ വീടുകളാണ് ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ അതിൻ്റെ പഴമയുടെ ഒരു സൗകുമാര്യമുണ്ട്. നമ്മൾ ആ വീടുകളൊക്കെ നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാസ്തുശില്പ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് പുതിയ വീടുകൾ പണിതീർക്കുകയും അതിനോട് ചില എടുപ്പുകളൊക്കെ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പഴമയുടെ പ്രൗഢി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പഴയ വീടുകൾക്കെല്ലാം തന്നെ ഒരു 50 വർഷത്തിലേറെ പഴക്കമുള്ളതായിട്ടാണ് ഇവിടെയുള്ളവർ നമ്മളോട് പറഞ്ഞത്. ഇനി ഇവിടുത്തെ മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് മറ്റിടങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും അതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പഴയ കാലങ്ങളിലൊക്കെ ഈ മാനുവൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ചട്ടി മെനഞ്ഞെടുത്തിരുന്നത്. അതായത് നമുക്കറിയാവുന്ന പോലെ കുശവന്മാർ ഇരുന്നിട്ട് ഒരു ചക്രം ഇങ്ങനെ കറക്കി മണ്ണ് അത് വെച്ച് കൈവച്ച് അവരുടെ കരവിരുത് കൊണ്ടാണ് ചട്ടി രൂപപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് ഒരു 40 വർഷം മുന്നേ തന്നെ മെക്കനൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. ഇവിടെ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു ചക്രമാണുള്ളത്. അതിൻ്റെ പുറത്ത് അവർ മണ്ണ് വെച്ച് അവരുടെ കരവിരുത് കൊണ്ട് ചട്ടി മെനഞ്ഞെടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. റോഡിൻ്റെ എതിർവശത്തുള്ള ഒരു മൺപാത്ര നിർമ്മാണ യൂണിറ്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഏതാനും ഘട്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാവുന്നതുപോലെ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ മണ്ണ് അരയ്ക്കണം. പക്ഷേ ഈ ഗ്രാമത്തിൽ എല്ലാ സ്ഥലത്തും മണ്ണരയ്ക്കുന്ന യൂണിറ്റുകളില്ല. ഈ ഗ്രാമത്തിൽ ഒരു 3 ഇടങ്ങളിലാണ് ഈ യന്ത്രവൽകൃതമായിട്ട് മണ്ണ് അരയ്ക്കുന്നത്. അരയ്ക്കുന്ന ഇടങ്ങളിൽ നിന്ന് അരച്ച മണ്ണ് ഇവിടെ എത്തിച്ചിട്ടാണ് ഈ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇവിടെ കുറച്ച് ആൾക്കാരിരുന്ന് ഈ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഈ മൺപാത്രത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ അരച്ച മണ്ണ് യന്ത്രവൽകൃതമായ ചക്രത്തിൻ്റെ മുകളിൽ അവർ വെച്ചിട്ട് അവരുടെ കരവിരുത് ഉപയോഗിച്ചിട്ടാണ് ഓരോ ചട്ടിയും അവർ മെനഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ മെനഞ്ഞെടുക്കുന്ന ചട്ടികൾ അപ്പോഴും പൂർണ്ണമാകുന്നില്ല. ഇതിൻ്റെ കീഴ്ഭാഗം ഒരു ഹോള് പോലെ ആയിരിക്കും മെനഞ്ഞെടുത്ത് കഴിയുമ്പോൾ. അത് ഒരല്പം ഉണങ്ങിയതിന് ശേഷം പിന്നെ സ്ത്രീകൾ കല്ലും കട്ടയും ഉപയോഗിച്ചിട്ട് അടിച്ച് പരത്തി ആ ദ്വാരം അവരടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലും കട്ടയെന്ന് പറഞ്ഞാൽ ഇതിൽ കല്ല് സാധാരണ ഒരു കല്ല് തന്നെയാണ്. അതിന് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് നിർമ്മിച്ച ഒരു കല്ലാണ്. പിന്നീട് ഒരു കട്ട എന്ന് പറഞ്ഞാൽ ഒരു മരത്തടിയാണ്, ഒരു പരന്ന മരത്തടി. ഈ കല്ല് അടിയിൽ വെക്കുകയും മരത്തടി മേളിൽ വെച്ച് ഇങ്ങനെ അടിച്ച് പരത്തിയിട്ടാണ് ഈ ഹോൾ അവർ പൂർണ്ണമായി അടയ്ക്കുന്നത്. അപ്പോൾ ഈ കല്ലും കട്ടയും ഉപയോഗിച്ച് പരത്തുന്നതിനിടയ്ക്ക് അവർ ഇത് ഒന്ന് വഴങ്ങി വരാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്ക് വെള്ളം ചേർക്കാറുണ്ട്. പിന്നീട് ഈ മാറ്റി വെച്ച ചട്ടികൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അവരത് ശേഖരിച്ച് ചൂളയിൽ കൊണ്ടുപോയി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉണങ്ങിയ ചട്ടി എങ്ങനെയാണ് ഈ ചൂളയിൽ ചുട്ടെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഗ്രാമവാസികളിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഉച്ചയോടുകൂടി അവർ ഈ ചൂള ഒരുക്കും. അതായത് ഈ ചൂളയ്ക്കുള്ളിൽ ചട്ടികൾ പിറക്കി അടുക്കി വയ്ക്കും. അതിനുശേഷം വൈകിട്ട് ഒരു 3 മണിയോടുകൂടി ഈ ചൂളയുടെ അടിയിൽ അവർ തീയിടും. അതങ്ങനെ ഒരു 2-3 മണിക്കൂറോളം ആ തീ നല്ല കത്തി ആ ചൂളയ്ക്കുള്ളിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ ചൂളയ്ക്കുള്ളിലെ തീ തനിയെ അണയും. ശേഷം ഒരു വെളുപ്പിന് 3 മണിയൊക്കെ ആകുമ്പോൾ അവർ ഈ ചൂള തുറക്കും. അതിനുശേഷം ചട്ടികൾ ഓരോന്നായിട്ട് പുറത്തെടുത്ത് അടുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം ആകുമ്പോഴേക്കും ഈ ചൂളയിലിരുന്ന് അതിൽ നല്ല ചൂടൊക്കെ ഏറ്റ് ചട്ടി നല്ല ഭംഗിയായിട്ട് വെന്ത് വരും. ഇങ്ങനെ ചുട്ടെടുക്കുന്ന ചട്ടിയും കലങ്ങളുമൊക്കെ അവർ കേരളത്തിലാണ് വിപണനം ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞത്. കേരളത്തിൽ പ്രധാനമായിട്ടും ഇത് ചങ്ങനാശ്ശേരി, കരുനാഗപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നതെന്നാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സഞ്ചാരത്തിനിടയിൽ ഈ തേൻപൊത്തെ എന്ന ഗ്രാമത്തിൽ നമ്മൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ.
അങ്ങനെ നമ്മൾ തേൻപത്തെ ഗ്രാമത്തിൽ നിന്ന് മൺപാത്ര നിർമ്മാണമൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വന്നപ്പോൾ എലത്തൂർ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ എലത്തൂർ എന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഉള്ളിയുടെ ഒരു ഹോൾസെയിൽ വിപണന കേന്ദ്രമാണ്. ഇത് കൂടാതെ തന്നെ ഉള്ളി ധാരാളമായിട്ട് ഈ എലത്തൂരിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എലത്തൂർ എത്തിയപ്പോൾ ഇവിടെ കൃഷിയുടെ സീസൺ അല്ല, അവർ വിത്ത് നട്ടിട്ടേ ഉള്ളൂ. അതിനി പാകമായി വരാനായിട്ടൊരു 3 മാസത്തോളം എടുക്കും. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോൾസെയിൽ കേന്ദ്രത്തിലാണ്. മുന്നേ കൃഷി ചെയ്ത് വിളവെടുത്ത ഉള്ളി ഇവിടെ തരംതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഹോൾസെയിൽ കേന്ദ്രത്തിൽ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ഉള്ളവർ നമ്മളോട് പറഞ്ഞത് ഉള്ളിക്കൊരു 3 തരമായിട്ടാണ് തിരിക്കുന്നത്, 3 ഗ്രേഡായിട്ട്. 1-ാം തരം, 2-ാം തരം, 3-ാം തരം. ഇപ്പോൾ നമ്മുടെ പുറകിലുള്ള ഉള്ളി 2-ാം തരമാണെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. ഇവിടെ ശരിക്കും നമ്മൾ എത്തിയപ്പോഴാണ് ഉള്ളിക്ക് ഇങ്ങനെ 1-ാം തരം എന്നും 2-ാം തരവും 3-ാം തരം എന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. സാധാരണ നമ്മൾ കടയിൽ പോയൊക്കെ വാങ്ങിക്കുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഉള്ളി എടുക്കും, അതിനകത്ത് ചെറുതും എല്ലാം ഇടകലർന്ന് കിടക്കുന്നത് കാണുന്നത്. പക്ഷേ ഉള്ളിക്ക് ഇങ്ങനെ 3 തരം ഉണ്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു ഈറ്റ ഒരാൾ വെട്ടുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നല്ലോ. ഈറ്റ എന്തിനാണ് വെട്ടുന്നതെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിരുന്നല്ലോ. അപ്പോൾ അതുപോലത്തെ ഈറ്റകൾ ഇവിടെ കൊണ്ടുവന്ന് ഷെഡ് കെട്ടിയിട്ടാണ് അവർ ഉള്ളി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഉള്ളി സാധാരണ കൃഷി ചെയ്ത ഉടൻ തന്നെ അവർ വിപണനം നടത്താറില്ല. എന്താണെന്ന് വെച്ചാൽ ഉള്ളിക്ക് ഒരു നല്ല വില കിട്ടുന്ന സമയത്ത് മാത്രമാണ് അവർ വിപണനം ചെയ്യുന്നത്. അപ്പോൾ അവർ ഉള്ളി കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞാൽ അവർ ഈ ഈറ്റ വെച്ച് കെട്ടിയ ഷെഡുകളിലാണ് ഉള്ളി സൂക്ഷിക്കുന്നത്. അവിടെ ആ ഉള്ളി സുരക്ഷിതമായി കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഷെഡിൽ ഗ്രേഡ് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളികളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അവർ വിപണനം നടത്തുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലാണ് ഈ എലത്തൂരിൽ നിന്നാണ് പ്രധാനമായിട്ടും ഉള്ളി എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മുടെ യാത്രകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ യാത്രയിൽ നമ്മൾ പോയ കർണാടകത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ഇപ്പോൾ നമ്മൾ ഈ എലത്തൂർ എത്തിയപ്പോഴും ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കേരളത്തിൽ ഇവിടെ നിന്ന് പച്ചക്കറികളും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും പട്ടിണിയിലായി പോകും. അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കർഷകരുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ നിൽക്കുന്ന എലത്തൂരും മറ്റുമൊക്കെ. നമ്മളങ്ങനെ തെങ്കാശി ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. 1-2 കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രിപ്പ് സോഷ്യ എന്നാണ് ആ ട്രാവൽ കമ്പനിയുടെ പേര്. ഈ ഒരു ട്രാവൽ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്ത് ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവസരമൊരുക്കുന്നുണ്ട്. അതാണ് ട്രിപ്പ് സോഷ്യ എന്ന കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ജില്ലകളിൽ നമ്മൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഗ്രാമക്കാഴ്ചകൾ കാണാനും ആ ഗ്രാമത്തിലെ തനതായിട്ടുള്ള ഭക്ഷണം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, അതോടൊപ്പം തന്നെ അതത് നാട്ടിലെ കൃഷി എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ യാത്രയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറും കമ്പനിയുടെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ഈ യാത്രയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാം. നമ്മളങ്ങനെ തെങ്കാശിയിലൂടെ ഓരോ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് 1-2 കാര്യങ്ങൾ കൂടി തെങ്കാശിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നിന്നും 34ാമത്തെ ജില്ലയായി 2019 രൂപമെടുത്ത ഒരു ജില്ലയാണ് തെങ്കാശി. ഇത് കേരളത്തിലെ കൊല്ലം ജില്ലയുമായിട്ട് ഏറ്റവും അടുത്ത് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. തെങ്കാശിയിലെ ജനങ്ങളിൽ ഏറിയ പങ്കും കാർഷിക വൃത്തിയും കുടിൽ വ്യവസായത്തിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത്. മുഖ്യ ഉപജീവന മാർഗമായി സ്വീകരിക്കുന്ന വിള നെല്ലാണ്. എന്നിരുന്നാലും തെങ്കാശിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല പ്രദേശങ്ങളിലായിട്ട് നീണ്ടുകിടക്കുന്ന മാന്തോപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. മാമ്പഴവും ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കും കയറ്റി അയക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പലതരം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഒരു പ്രധാന പ്രദേശം കൂടിയാണ് തെങ്കാശി. തെങ്കാശി ജില്ലയിലെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുറ്റാലം വെള്ളച്ചാട്ടമാണ്. കേരളം ഉൾപ്പെടെ പല പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്താറുണ്ട്. നമ്മൾ കുടിൽ വ്യവസായത്തെക്കുറിച്ച് മുന്നേ സൂചിപ്പിച്ചല്ലോ. ഇവിടുത്തെ പ്രധാന കുടിൽ വ്യവസായം എന്ന് പറയുന്നത് ബീഡി തെറുപ്പ്, പായ നെയ്ത്ത്, പനയോല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയാണ്. പിന്നെ തെങ്കാശിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ക്ഷേത്രം, കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ അധികം ആൾക്കാർക്ക് അറിയില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഈ തെങ്കാശിയിൽ പലതരം തടികളുടെ വ്യവസായം നടക്കുന്നുണ്ട്. അത് ഈ തെങ്കാശി ഭാഗത്തു നിന്ന് മുറിക്കുന്ന തടികളൊന്നുമല്ല, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തടികളാണ് ഇവിടെ വ്യവസായം ചെയ്യുന്നത്. മലേഷ്യ, മ്യാൻമാർ, ബ്രസീൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ന്യൂസിലാൻഡ്, പപ്പുവ ന്യൂഗിനിയ മുതലായ രാജ്യങ്ങളിൽ നിന്ന്
കപ്പൽ മാർഗം തൂത്തുക്കുടിയിലേക്ക് തടികൾ എത്തിച്ച് അവിടെ നിന്ന് ലോറിയിൽ എത്തിച്ചിട്ടാണ് ഇവിടെ വ്യവസായം നടത്തുന്നത്. ഇത് കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലേക്കും പല ജില്ലകളിലേക്കും ഈ തടികൾ വ്യവസായം നടത്താറുണ്ട്. ഇനി നമുക്ക് തെങ്കാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ചെങ്കോട്ട വഴി തെങ്കാശിയിലേക്ക് വരുന്ന ട്രെയിൻ യാത്രയും നല്ലൊരു യാത്രാ അനുഭവമാണ്. ഇനി ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരു പ്രധാന കാര്യം ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത തന്നെയാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പ്രദേശങ്ങളാണ് തെങ്കാശി ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും. നമുക്കൊക്കെ അറിയാം, സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ് തെങ്കാശി. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ ഒട്ടനവധി ഭാഷകളിൽ സിനിമകൾ ചിത്രീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തെങ്കാശി. ഈ ഒരു പ്രദേശത്തിൻ്റെ മനോഹാരിതയെ മാറ്റുകൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകളും കാറ്റാടിപ്പാടങ്ങളും നെൽവയലുകളും മാന്തോപ്പുകളും കൃഷിയിടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥലം ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്രയും മനോഹരമായ അല്ലെങ്കിൽ വളരെ ഹൃദ്യമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടം തന്നെയാണ് തെങ്കാശി. അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് കുറ്റാലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ എലത്തൂരിൽ നിന്ന് നേരെ പോയത് തെങ്കാശിയിലേക്കാണ്. തെങ്കാശി പോകാനുള്ള പ്രധാന കാരണം അവിടെ പോയിട്ട് മറ്റ് ഗ്രാമക്കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങി. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കുറ്റാലത്തേക്ക് പോന്നു. നമ്മൾ തെങ്കാശിയിൽ റൂം എടുത്ത് താമസിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് നമ്മൾ റൂമൊക്കെ അന്വേഷിച്ചപ്പോഴത്തേനും എല്ലായിടത്തും ബുക്കായി. അങ്ങനെ നമുക്ക് അവിടെ റൂം കിട്ടിയില്ല. കുറ്റാലം തെങ്കാശി ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ. അങ്ങനെ കുറ്റാലത്ത് വന്നിട്ടാണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ താമസിച്ച് അടുത്ത വീഡിയോയിൽ തെങ്കാശിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.